മണിച്ചേട്ടനെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മണിച്ചേട്ടൻ്റെ ഒരു ചോദ്യം കാരണം എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ്റെ ഈ ടി വിയിലെ പ്രോഗ്രാം എല്ലാം കാണുമ്പം മണിച്ചേട്ടൻ ഇത്ര മലയാളത്തിലും അന്യഭാഷകളിലും എല്ലാം സൂപ്പർ താരമായിരിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഈ ആഘോഷങ്ങളിൽ ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള പ്രോഗ്രാം സമയത്തെല്ലാം മണിച്ചേട്ടൻ കുടുംബത്തോടൊപ്പവും നാട്ടുകാരോടൊപ്പവും എല്ലാവരുമായിട്ട് സദ്യ വിളമ്പി അവരുമായിട്ട് സന്തോഷം പങ്കുവെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മറ്റുള്ള താരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അവർ പറയും, കാരണം ആ സമയത്ത് ഞാൻ ലൊക്കേഷനിലായിരുന്നു, അവിടുത്തെ ഫുഡായിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ്റെ എല്ലാ ഇതിലും നാട്ടുകാരായിട്ട് ഇതിനകത്ത് രതീഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നടനായാലും രാഷ്ട്രീയ നേതാവായാലും മന്ത്രി ആയാലും ഡോക്ടറായാലും വക്കീലായാലും പോലീസുകാരനായാലും കളക്ടറായാലും ആരൊക്കെ ആയാലും അവർക്കെല്ലാവർക്കും ഒരൊറ്റ ജന്മമുള്ളൂ. ജന്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയുസുള്ളൂ. ആ ആയുസ് കാലം മുഴുവനും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവനവൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് മടിയില്ലാത്തവൻ നല്ലവനാന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വിചാരിച്ച് ഞാൻ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നല്ലവനാന്ന് പറയല്ല. ഞാൻ എൻ്റെ ഭാഗത്തും ചില വൃത്തികെട്ട വശങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടായിരിക്കും. ഇല്ല, ഒരിക്കലും ഞാനത് പുകഴ്ത്തി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ആയാലും ഒരേ കാര്യങ്ങളായാലും നമ്മൾ തുറന്നു പറയാം, ഒരു കുഴപ്പമില്ലെന്നേ. ഇത് പറഞ്ഞിട്ട് ഇനി കുറ്റം പറയുന്ന ആൾക്കാരനെ അവൻ്റെ അടുത്ത് പറയാം, ആട്ടിച്ചിട്ട് ഷേപ്പ മാറ്റെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കുറ്റം പറയുന്നവൻ പറഞ്ഞോട്ടെന്ന്. കുറ്റം പറയുന്നവന് എവിടെ അവകാശമുണ്ട്? അവനിത് പറഞ്ഞാണ്ട് തന്നെ ഇരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ട് എന്നെ കലാഭവൻ മണീനെ കുറിച്ച് മിമിക്രി കാണിച്ചു, അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പറയാം, എൻ്റെ പൊന്നേട്ടാ ഞങ്ങൾ ഈ മണിച്ചേട്ടനെ അനുകരിച്ചൊക്കെ ജീവിക്കണേ, നിങ്ങൾക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? അപ്പോൾ പറയാം, എന്താ പറയണമെന്നാണ് അതിന് ഒറ്റ വാക്കുള്ളൂ, ഞാൻ കുടിക്കണ കഞ്ഞിയില്ല എന്തിന് കല്ലിട്ടിളക്കണ കൊച്ചേട്ട, കയ്യിലിരിക്കണ കല്ലം പരിപ്പ് ഈ കലത്തില് വേവൂല, ഈ കലത്തില് വേവൂല, നായിലിരുന്നായി കൊള്ളൂല, ചക്ക വലുപ്പം ചുളക്കില്ല. ആ വരി കറക്റ്റാ. നാഴിയിൽ ഇരുന്നായി കൊള്ളില്ല. എന്നാൽ ചക്കയുടെ വലുപ്പം, ഈ ചക്കയുടെ വലുപ്പം ഉണ്ടോ ചുളക്കി? അതിനകത്ത് ഇറങ്ങാൻ ചുളക്കി ഇല്ല. കാക്ക കറുത്തത് നേരാണോ എന്ന കാണും കറുപ്പൊക്കെ കാക്കാവോ? കാക്ക കറുത്ത, പക്ഷെ ആ കാണുന്ന കാക്കയൊക്കെ കറുത്തതൊക്കെ മൊത്തം കാക്കാവില്ലല്ലോ. അതാ പറഞ്ഞ ചക്കച്ചോള മൂത്ത ചുക്കവ കൊച്ചട്ട ഞാഞ്ഞുളു മൂത്താല് പാമ്പാവോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈ പാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം, അതിനകത്ത് ഞാൻ ഈ പാട്ട് പാടിയിരുന്ന പടത്തിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അങ്ങനെ കാണാം. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്ന് അപരന്മാരെ കണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതേ അപരന്മാരായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലും കാണാം. ഇവരെന്തൊക്കെ കാണിക്കണമെന്ന് അറിയണ്ടേ? കലാഭവൻ മണി അനുകരിച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ കുറച്ചും കൂടി പ്രോഗ്രാം അവരെ കാണാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം.